അപ്പോൾ ഇത് രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ആ കയറി വരുന്ന ആളും ഇവിടുത്തെയാണ്. ഇവരെ മൊത്തം ഒരു 5 പേരോളം ഉണ്ട്. എന്നും രാത്രി ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മുടെ വീട്ടിലാണ് കിടക്കുന്നത്. നമ്മളാണ് ഭക്ഷണം കൊടുക്കുന്നത്. 2 നേരവും 3 നേരവും ഒക്കെ കൊടുക്കും. അവർ വരുന്നതിനനുസരിച്ച് കൊടുക്കും. എങ്കിലും രാത്രി സ്ഥിരമായിട്ട് ഇവർ വരും. നമ്മൾ ഭക്ഷണം കൊടുക്കും. പിന്നെ ഇവിടെയോ റോഡിലോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്തായിട്ട് കിടക്കും. രാത്രിയാകുമ്പോൾ വീടിനടുത്തോട്ട് വരും. ഇവിടെ ചെറിയൊരു കൂട് പോലുണ്ട്. അപ്പോൾ അവിടെ ഇവർ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ പോകുന്നതും അതിലൊരാളാണ്. ഇവരൊരു 5 പേരാണ്. സ്ഥിരമായിട്ട് 4 പേര് എന്തായാലും കാണും. ഇതെല്ലാം നമ്മുടെ മുറ്റത്തൂടെയൊക്കെയാണ് ഓടുന്നത്. വീഡിയോ പിടിക്കുന്നതിന് ഇങ്ങനെ നോക്കുകയാണ് പുള്ളി. ഇവൻ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാണ്. അതുകൊണ്ട് ഇവനെ നമ്മൾ പൊടിയാന്നാണ് വിളിക്കുന്നത്. പൊടിയെന്നും. കൂട്ടത്തിലെ ഏറ്റവും ചെറുതാണ്. കൂട്ടത്തിലെ ഏറ്റവും ആക്റ്റീവും പൊടിയൻ തന്നെയാണ്. മോളെ വേഗം ചെല്ലടി. ഇവൻ ഭയങ്കര ആക്റ്റീവ് ആയത് കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾ കയറുമോ, നമ്മളൊന്ന് കയറുമോ, ഇൻ കേസ് നമ്മൾ അങ്ങോട്ടൊന്ന് പോവോ നിൽക്കുകയോ ലൈറ്റൊന്ന് ഓഫ് ചെയ്തിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ കണ്ടും നല്ലതായിട്ട് ബാർക്ക് ചെയ്യും. ബിക്കോസ് കൂട്ടത്തിലൊരു കുട്ടി ആയതിൻ്റെ ഒരു സ്മാർട്ട്നെസ് കൂടെ അവനുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം 1, 2, 3 വയസ്സൊക്കെ അടുപ്പിച്ച് വരും. അപ്പോൾ അവരതിൻ്റെ രീതിയിലൊരു ഇച്ചിരി എന്താ പറയുന്നത്, ഇച്ചിരി സ്റ്റേ ആൻഡ് കാമാണ്. പക്ഷെ പുള്ളി അങ്ങനെയല്ല, ഭയങ്കര ആക്റ്റീവാണ്. ആ കിടക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഇവർ സ്ട്രീറ്റ് ഡോഗ്സ് ആയതുകൊണ്ട് ഇവർക്കങ്ങനെ ഡൊമസ്റ്റിക് ഡോഗ്സിനെ പോലെ അങ്ങനെ നല്ലതായിട്ട് വണ്ണം കയറും അങ്ങനെയൊന്നുമില്ല. ഇവരുടെ ഫിസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്കെൽട്ടനായിട്ടുള്ളൊരു ഫിസിക്കാണ്. എത്ര കൊടുത്താലും ഇവർക്ക് ഇങ്ങനെ എപ്പോഴും അലച്ചിലും ഓട്ടവും പായ്ച്ചിലും ഒക്കെ. കാരണം ഇവരെപ്പോഴും ഫിറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും ഉള്ളവർക്ക് തോന്നുന്നതാണ് സ്ട്രീറ്റ് ഡോഗ്സ് പട്ടിണിയാണല്ല. അവർ കഴിക്കുന്നുണ്ട്, നല്ലതായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഓട്ടവും ചാട്ടവും ആക്റ്റീവും ഒക്കെ കാരണം ഇവരുടെ ഫിസിക്ക് വളരെ സ്കെൽറ്റനും ഫിറ്റും ആയതുകൊണ്ടാണ് പലർക്കും ഉള്ളൊരു അബദ്ധമാണ് ഭക്ഷണമില്ല നല്ലതായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലായിരിക്കും എല്ലാവരും. ഇത് കാരണം നല്ല അടുപ്പത്തിലും എന്നും പറഞ്ഞാൽ ആരും ഇവിടെ സ്റ്റേ ഒന്നുമില്ല. ഇവർക്ക് ഒരിക്കലും ഒരിടത്ത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എപ്പോഴും യാത്രയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വന്ന് അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നെങ്കിൽ അവർ സ്റ്റേ ആവത്തില്ല. ഈ കിടക്കുന്ന ആൾക്കാണ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത്. അതുകൊണ്ട് ഇവരാണ് ഇവിടുത്തെ ലീഡർ. അവർ പറയുന്നത് വേണം ഇവരെല്ലാവരും കേൾക്കാൻ. അങ്ങനെ കേൾക്കുന്നുമുണ്ട്. ഇവർ ഈ കൂട്ടത്തിലെ ലീഡറാണ്. നല്ല രീതിക്ക് വഴക്കൊക്കെ പറയും. ഒക്കെ ചെയ്യുന്നത് ഇവരാണ്. പക്ഷെ ശാന്തയാണ്. പിന്നെ ഭയങ്കര സ്നേഹവും കൂട്ടത്തിൽ അവർക്ക് തന്നെയാണ് ഉള്ളത്. ഒരുമിച്ചേ കിടക്കും. എങ്ങനെയൊക്കെ പോയാലും ഇവർ ഒരുമിച്ചേ കിടക്കും. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് ഒരുമിച്ച് എല്ലാവരും പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും 1, 2, 3, 4 പേരുമായിട്ട് എപ്പോഴും ഇവരിങ്ങനെ കിടക്കാറുണ്ട്. ഇവരെപ്പോഴും 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴേക്കും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇങ്ങനെ അവർ നിൽക്കും നമ്മുടെ മുമ്പിൽ. പിന്നെ ഇവിടെ തന്നെ കുറേ നേരം കിടക്കും. നമ്മളോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കും. ഭയങ്കര സ്നേഹമാണ്. തമ്മിലും നമ്മളോടൊക്കെ സ്നേഹമാണ്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇവരുടെ ഇങ്ങനത്തെ ഒരു ശരീരം കണ്ടിട്ട് അവർ കഴിക്കാഞ്ഞിട്ടാ കൊടുക്കാഞ്ഞിട്ടാ അങ്ങനെയൊന്നുമില്ല. അവർ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുമാണ്. നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷേ ഈ അലച്ചിലൊക്കെ കാരണം ഇങ്ങനെ അങ്ങ് ആയി പോകുന്നതാണ് അവരുടെ ശരീരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ആൻഡ് ബൈ.